മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരിൽ നിങ്ങളുടെ പേരിട്ട് എന്താ പേര്? സുമ. സുമ എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതിട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ കമ്പനിയൊക്കെ അങ്ങനെ രജിസ്റ്റർ ചെയ്തോ, നിങ്ങളുടെ രജിസ്ട്രേഷനുകളെല്ലാം അങ്ങനെ വന്നോട്ടെ, സുമ എന്റർപ്രൈസസ് എന്നായിക്കോട്ടെ. നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ഒരു ബ്രാൻഡ് നെയിം കണ്ടുപിടിച്ചു വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഫുഡ് പ്രൊഡക്ട്സ് അതിനകത്ത് എന്തായാലും FSSAI ലൈസൻസ് കൊണ്ട് നമുക്ക് ഫുഡ് പ്രൊഡക്ട്സ് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ബ്രാൻഡ് എപ്പം വേണമെങ്കിലും മാറ്റാം. ബ്രാൻഡ് നെയിം നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും കൊണ്ടുവരാം പുതിയത്. അപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരും അതേ പേര് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ പേര് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോളൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സ്ഥാപനം എന്ത് പേരിലും ആയിക്കോട്ടെ, നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ വലിയച്ഛന്റെ പേരിലോ അവിടെ നിങ്ങൾ എന്ത് വികാര്യത കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ബ്രാൻഡിലേക്ക് നിങ്ങൾ ഈ വൈകാരികത കൊണ്ടുവരുന്നത്. ആ ബ്രാൻഡ് നെയിം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ട്രേഡ് മാർക്ക് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ തുടങ്ങാനിരിക്കുന്ന ക്ലാസ്സിലെങ്കിലും അതിന്റെ ട്രേഡ് മാർക്ക് എടുത്തു വെച്ചാൽ ഫ്യൂച്ചർ കണ്ട് ബിസിനസ് തുടങ്ങുന്ന ആളുകൾ ചെയ്താൽ മതി. ഇല്ല ഞങ്ങൾക്ക് ഇത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ അത് ചെയ്യണമെന്നില്ല. സംരംഭകർ പ്രതീക്ഷയുള്ളവരായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് എടുക്കണം. ഒരു 6500 രൂപ 7000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് ട്രേഡ് മാർക്ക് ആ ക്ലാസ്സിൽ എടുക്കാൻ അത്രയും പൈസ മതി. നിങ്ങൾ പലപ്പോഴും അന്വേഷിക്കുമ്പോൾ ലക്ഷങ്ങളായിരിക്കും പല ആളുകളും പറയുക. ഇപ്പം ഇദ്ദേഹം എല്ലാം നിങ്ങൾ കുറെ ട്രേഡ് എടുത്തിട്ടുണ്ട്. അവരുടെ പേര് യുണീക്ക് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് വേറെ ഒരു വിഭാഗത്തിലും ആ പേര് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഫുൾ ട്രേഡ് മാർക്ക് എടുത്തത്. എത്ര? 1.5 ലക്ഷം, എത്ര? 1 ലക്ഷത്തി സംതിങ് വന്നില്ലേ? ഏതാ? നിങ്ങൾ 3 ക്ലാസ് എടുത്തുള്ളൂ. ഓക്കെ, ടോട്ടൽ ക്ലാസ് വരുമ്പോഴത്തേന് ഏകദേശം 1.5 ലക്ഷം രൂപയോളം നമുക്ക്, അതായത് ആ പേര് ഇനി ഒരു ഡിവിഷനിലും വളക്കമ്പനി ഉപയോഗിക്കാൻ പാടില്ല, കെമിക്കൽ കമ്പനി ഉപയോഗിക്കാൻ പാടില്ല, ടെക്സ്റ്റൈൽസുകാർ ഉപയോഗിക്കാൻ പാടില്ല, ആരും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണമെങ്കിൽ മാത്രമാണ് നമുക്ക് ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഫുഡ് പ്രൊഡക്ട്സ് ആണ് തുടങ്ങുന്നെങ്കിൽ ഫുഡിന്റെ കാറ്റഗറിയിൽ മാത്രം, അതിന്റെ ക്ലാസ്സിൽ മാത്രം നിങ്ങൾക്ക് എടുത്താൽ മതി. അതിന് നിങ്ങൾക്ക് 6500 7000 രൂപ ചെലവ് വരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് 3 ക്ലാസ് എടുക്കേണ്ട വന്നല്ലേ? 3 ക്ലാസ് എത്ര വന്നു? 25 30 സെപ്പറേറ്റ് എടുത്തു. 2 വരും. 13 രൂപ ലോഗോയും കൂടി ചേർത്ത് വന്നതുകൊണ്ട് അങ്ങനെ വന്നു. ഓക്കെ, അപ്പം അപ്പോൾ ഇത്തരം ആ നെയിമിനെ നമ്മൾ ബ്രാൻഡ് നെയിം അത് നമുക്ക് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏകദേശം ഒന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നതിനൊപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം പിന്നീട് നിങ്ങൾ വളർന്നു കഴിഞ്ഞ് ലക്ഷങ്ങൾ കൊടുത്താലും ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. ഇപ്പോഴും നിങ്ങൾക്ക് നിസ്സാര പൈസയിൽ അത് ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും.